ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അരിച്ചാക്കാണ്. ഇത് വെച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു വാൾ ഡെക്കർ ചെയ്തെടുക്കാം. നമ്മളിതിൽ നിന്നും യെല്ലോ കളർ വരുന്ന ഭാഗവും ഗ്രീൻ കളർ വരുന്ന ഭാഗവും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ അതിൽ നിന്നും അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നീട് നമ്മൾ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറിൽ ഒരു ഫ്ലവർ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് വീണ്ടും ഇതിൽ വരച്ചു കൊടുക്കണം. അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അരിച്ചാക്കുകളൊക്കെ വെച്ച് ഇതിനു മുൻപും നമ്മുടെ ചാനലിൽ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ വരച്ചു കൊടുത്തത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ ഒരു 5 ഫ്ലവറും കൂടെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളിൽ നമുക്ക് 2 എണ്ണം വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ഫ്ലവറിൻ്റെയും നടുക്ക് വുളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വുളൻ ത്രെഡൊക്കെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ആ ചാക്കിൽ നിന്നും ഗ്രീൻ കളർ ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇതിൽ നിന്നും നമുക്ക് ഇലകൾ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇലകളെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്നും തണ്ടുകളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. 3 പൂക്കളിലേക്കും ഒട്ടിച്ചെടുക്കാനുള്ള തണ്ടുകൾ നമുക്കിതിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. അത് 3 നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ ഒരു കാർഡ്ബോർഡ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെയാണ് നമ്മളതിൽ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ടുകളാണ് നമ്മൾ ആദ്യം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇതിലേക്കൊന്ന് വെച്ച് നോക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. തണ്ടുകളെല്ലാം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലകൾ ഒട്ടിച്ചു കൊടുക്കാം. അരിച്ചാക്ക് വെച്ച് നമ്മൾ ചെയ്തെടുക്കുന്ന ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇലകളെല്ലാം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂക്കൾ കൂടെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 3 പൂക്കളും അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ബാക്കിലായിട്ട് ചുമരിൽ തൂക്കിയിടാനുള്ളതും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അതും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ലൈക്ക് തരണേ. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.